നമസ്കാരം, ഞാൻ സിമി ജസ്റ്റോ. യുഎസ് വീക്ക്ലി റൗണ്ട് അപ്പ് പവേർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ ഹൈലൈറ്റ്സ്: ഷിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ അന്താരാഷ്ട്ര വടംവലി മത്സരത്തിന്റെ കിക്ക് ഓഫ് പാല MLA മാണി സി കാപ്പൻ നിർവഹിച്ചു. ഇന്ത്യൻ നഴ്സ് അസോസിയേഷൻ ഓഫ് ന്യൂയോർക്കിലെ നഴ്സസ് വീക്കിനോടനുബന്ധിച്ച് സംഘടനയുടെ 2ാം ദശാബ്ദി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. കാനഡയിലെ കാൽഗറിയിൽ സംഘടിപ്പിച്ച കലാമാമാങ്കമായ കേരള നൈറ്റിന്റെ വിശേഷങ്ങൾ. മെമ്മോറിയൽ ഡേ വാരാന്ത്യത്തിന്റെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അമേരിക്കൻ കാഴ്ചകളുമായി ആശ മാത്യു. ചോക്ലേറ്റ് ചിപ്പ് കുക്കീസുമായി അമേരിക്കൻ കിച്ചണിൽ ഇസ്മിറ ഉസ്മാൻ. വടംവലിയുടെ ലോകകപ്പ് എന്നറിയപ്പെടുന്ന 10ാമത് ഷിക്കാഗോ അന്താരാഷ്ട്ര വടംവലി മത്സരത്തിന്റെ കിക്ക് ഓഫ് ഷിക്കാഗോ സോഷ്യൽ ക്ലബിൽ നടന്ന ചടങ്ങിൽ വെച്ച് പാല MLAയും സിനിമാ നിർമ്മാതാവും മുൻ ഇന്ത്യൻ വോളിബോൾ താരവുമായ മാണി സി കാപ്പൻ നിർവഹിച്ചു. സോഷ്യൽ ക്ലബ് പ്രസിഡന്റ് സിബി കദളിമറ്റത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ സിറിയ കൂവക്കാട്ടിൽ, ജനറൽ കൺവീനർ സ്റ്റീഫൻ കിഴക്കേക്കുറ്റ് എന്നിവരടക്കമുള്ള ഭാരവാഹികൾ പങ്കെടുത്തു. മത്സരത്തിന്റെ പ്രധാന പങ്കാളികളായ പേരൻ പെട്രോളിയം, ഗോൾഡ് റഷ് ഗെയിമിംഗ് എന്നിവരടക്കമുള്ളവരുടെ കയ്യിൽ നിന്നും ചെക്കുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ആഗോള മലയാളികളുടെ ഇടയിൽ ഏറ്റവും വലിയ വടംവലി മാമാങ്കത്തിന്റെ കിക്ക് ഓഫ് കർമ്മം നടത്തപ്പെട്ടത്. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പ്രചോദനമായി മാറാൻ, കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് കായിക രംഗത്തേക്ക് കടന്നു വരാൻ ഈ ടൂർണമെൻറ്റ് ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വടംവലിയെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ പ്രൈസ് മണിയും ലോകത്തിൻ്റെ, അതായത് കഴിഞ്ഞ വർഷം ഞങ്ങളെ സംബന്ധിച്ചുള്ള ഓസ്ട്രേലിയ, UK, കാനഡ, ഈ ടൂർണമെൻറ്റ് വിജയത്തിലേക്ക് വന്നിരിക്കുന്ന എല്ലാ സ്പോൺസേഴ്സിനെയും അതുപോലെ എല്ലാ മെമ്പേഴ്സിനെയും മറ്റുള്ള എല്ലാ മീഡിയ മെമ്പേഴ്സിനെയും ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സോഷ്യൽ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം 10ാമത്തെ വടംവലി അഭിമാനത്തിൻ്റെ നിമിഷമാണ്. ഈ അവസരത്തിൽ ഇവിടെ വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഷിക്കാഗോ സോഷ്യൽ ക്ലബിൻ്റെ പേര് സ്വാഗതം ചെയ്യുന്നു. 4000-ൽ പരം ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് ലൈവായിട്ട് വാച്ച് ചെയ്യുകയും അതല്ലാതെ ലൈവായിട്ട് ഓൾ വേൾഡിൽ 10,000-ൽ പരം ആളുകൾ വാച്ച് ചെയ്ത ഒരു ഗെയിമാണ് ഇവിടെ നടന്നത്. സെപ്റ്റംബർ 1-2 തീയതികളിലായാണ് ഷിക്കാഗോയിൽ 10ാമത് അന്താരാഷ്ട്ര വടംവലി മത്സരങ്ങൾ നടത്തപ്പെടുന്നത്. വടംവലി മത്സരങ്ങൾക്ക് അന്താരാഷ്ട്ര മാനം നൽകിക്കൊണ്ട് നോർത്ത് അമേരിക്കയിൽ പുതുചരിത്രം സൃഷ്ടിച്ച സോഷ്യൽ ക്ലബ് ഇത്തവണയും വ്യത്യസ്തത നൽകിക്കൊണ്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തുക 1ാം സമ്മാനമായും 2ാം സമ്മാനമായും 3ാം സമ്മാനമായും കൊടുക്കുന്ന ഒരു ക്ലബ്ബ് എന്ന നിലയിൽ അതിലുപരിയായി ഞാൻ കണ്ട ഒരു പ്രത്യേകത, മറ്റേത് സ്ഥലത്ത് ചെന്നാലും അവിടെയൊന്നും ഇല്ലാത്തൊരു ഐക്യം ഇവിടുത്തെ മലയാളികൾ കണ്ടെത്തുന്നുണ്ട്. സോഷ്യൽ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇത് 10ാമത്തെ ടൂർണമെൻ്റാണ്. കഴിഞ്ഞ 9 വർഷത്തെ കാലം വളരെ ഗംഭീരമായ രീതിയിൽ ഇത് നടത്തണമെന്നുള്ളതാണ് സോഷ്യൽ ക്ലബിൻ്റെ ആഗ്രഹം. നമ്മളുമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധത്തിന് പുറത്താണ് ഓരോ ക്ലബ്ബുകാരും ഓരോ അസോസിയേഷനും ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായും ഞങ്ങളുടെ സോഷ്യൽ ക്ലബിന്റെ പേരിലുള്ള ആത്മാർത്ഥമായ നന്ദികളെ അറിയിക്കുകയാണ്. ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ കിക്ക് ഓഫിൽ പങ്കെടുത്തതിന് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ വീണ്ടും ഈ 10 വർഷം ഞങ്ങൾ കടന്നു പോകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. തീർച്ചയായും ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറയുന്നു. ഷിക്കാഗോയിലെയും നോർത്ത് അമേരിക്കയിലെ വിവിധ നഗരങ്ങളിലെയും വിവിധ രാജ്യങ്ങളിലെയും വടംവലി ടീമുകൾ ഇത്തവണയും പങ്കെടുക്കും. കഴിഞ്ഞ വർഷത്തിൽ UK, ഇറ്റലി, ഓസ്ട്രേലിയ, കാനഡ ടീമുകളാണ് പങ്കെടുത്തത്. വടംവലിക്ക് പുറമെ ഫുഡ് ഫെസ്റ്റിവൽ, സെലിബ്രിറ്റികളുടെ സാന്നിധ്യം, മികച്ച കലാപരിപാടികൾ എന്നിവയും കാണികൾക്ക് ഉന്മേഷം പകരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. This is so much fun. Thank you very much.
20 വർഷങ്ങളുടെ പ്രവർത്തന ചരിത്രത്തിന്റെ ആഘോഷം കുറിച്ചുകൊണ്ട് ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഓഫ് ന്യൂയോർക്ക് ഐനാനിയുടെ നഴ്സസ് വീക്ക് ആഘോഷങ്ങളും 2ാം ദശാബ്ദി ആഘോഷങ്ങളും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഐനാനി പ്രസിഡന്റ് ഡോക്ടർ അന്ന ജോർജിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ന്യൂയോർക്ക് അസംബ്ലിമാൻ എഡ്വേർഡ് ബ്രൗൺസ്റ്റീൻ, നസാവ് കൗണ്ടി ലെജിസ്ലേറ്റർ കാരി സോളാർഡ്, റോക്ക്ലാൻഡ് കൗണ്ടി ലെജിസ്ലേറ്റർ ഡോക്ടർ ആനി പോൾ എന്നിവരടക്കം നിരവധി വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തു. ലേമാൻ കോളേജിലെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെയർപേഴ്സൺ ഡോക്ടർ അലീഷ്യ ജോർജസ് മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂയോർക്കിൽ നിന്നും ജേക്കബ് ചുങ്കത്തിൽ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. Indian Nursing Association of New York. Those don't know, it was started 2004. കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി ന്യൂയോർക്കിലെ ഇന്ത്യൻ നഴ്സുമാരുടെ ഐക്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഐനാനിയുടെ 2ാം ദശാബ്ദി ആഘോഷങ്ങളിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. Now, to deliver her presidential address, Dr. Anna George. Respected Chief Guest of the Day, Dr. Georges. Our guest of honor, Honorable Jumaane Williams, New York City Public Advocate, is not here, but we are expecting him soon. Our Assemblyman, Honorable Ed Bronstein, Nassau County Legislature, Honorable Carrie Solages, and our own Rockland County Legislature, Honorable Dr. Annie Paul, and the first founding president of Ainani. First of all, wishing Ainani and all its members a very happy 20th birthday. A round of applause for Ainani. We did it. It's our 20th year. I solemnly pledge myself നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് മുതൽ തുടർ വിദ്യാഭ്യാസ സെമിനാറുകളും ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി ട്യൂഷൻ ഇളവിനു വേണ്ടി യൂണിവേഴ്സിറ്റികളുമായുള്ള ബന്ധങ്ങളും ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ ആഘോഷങ്ങളുടെ ഭാഗമായി വിശദീകരിക്കപ്പെട്ടു. 20 വർഷങ്ങളായി സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ നേതാക്കന്മാരെയും പ്രൊഫഷണൽ ജീവിതത്തിൽ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ അംഗങ്ങളെയും ആഘോഷങ്ങളിൽ ആദരിച്ചു. ശ്രുതിമധുരമായ ഗാനങ്ങളും വർണ്ണമനോഹരമായ നൃത്തങ്ങളും ആഘോഷത്തെ വളരെയധികം വർണ്ണശബളമാക്കി. US Weekly Roundup powered by PSG Group of Companies ഇനിയൊരിടവേള.
Criffe's Law Firm, Chicago. Trusted name for work injuries and personal injury cases, wrongful death cases and much more. Ensuring aggressive financial results. Attorney Stephen Criffe's. Serious lawyer for serious cases. We want a long-term relationship with you. Call us 312-855-0511. Criffe's Law Firm Limited. www.criffeslaw.com. കാൽഗരിയുടെ കലാമാമാങ്കമായ കേരള നൈറ്റ് 2024 വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ചു. MCAC പ്രസിഡന്റ് റഫീഖ് സുലൈമാൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കാൽഗരി നോർത്ത് MLA ശ്രീ ഗുരീന്ദർ ബ്രാഡ് മുഖ്യ അതിഥിയായിരുന്നു. പ്രായഭേദമന്യേ കാൽഗരിയിലെ 200-ലധികം കലാകാരന്മാരും കലാകാരികളും ചേർന്ന് അവതരിപ്പിച്ച വ്യത്യസ്തമാർന്ന കലാപ്രകടനങ്ങളാൽ സമ്പുഷ്ടമായിരുന്നു ഇത്തവണത്തെ കേരള നൈറ്റ്. കേരള നൈറ്റിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി ചേരുന്നു ക്യാമറാമാൻ ബിബി മോഹനോടൊപ്പം ഡോക്ടർ സൂസൻ ബിനോയ്. മലയാളി കൾച്ചറൽ അസോസിയേഷൻ ഓഫ് കാൽഗരിയുടെ എക്കാലത്തെയും അഭിമാനമായ കേരള നൈറ്റിന് ഇന്നീ പ്രശാന്തസുന്ദരമായ വേദിയിൽ തിരിതെളിയും. ദിവസങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കും ആത്മാർപ്പണങ്ങൾക്കും ഒടുവിലിതാ സർഗവീചികളുടെ മായിക മിന്നലാട്ടവുമായി കലാപ്രതിഭകൾ ഇവിടെ മാറ്റുരയ്ക്കാനൊരുങ്ങുന്നു. ഈ കലാസന്ധ്യ വിരുന്നിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. Thank the entire committee of MCAC for organizing this wonderful event. എല്ലാവരുടെയും കഠിനാധ്വാനത്തിനും ആ ഊർജത്തിനും നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുകയും ഐശ്വര്യ വിനീത്, ജൂലിൻ ഫ്രിജോ മാത്യു എന്നിവരായിരുന്നു MCമാരായ കലാ നൈറ്റ് സംഘടിപ്പിച്ചത്. വിവിധ ഇനം നൃത്തനൃത്യങ്ങൾ, ഗാനാലാപനങ്ങൾ, കോമഡി സ്കിറ്റ്, ഫാഷൻ ഷോ, ബാൻഡ് പെർഫോമൻസുകൾ എന്നിവ ഈ സന്ധ്യയുടെ മുഖ്യ ആകർഷണങ്ങളായിരുന്നു. കൂടാതെ കാൽഗരിയിലെ വിവിധ നൃത്യവിദ്യാലയങ്ങളിൽ നൃത്തം അഭ്യസിക്കുന്ന കുട്ടികൾക്ക് ആദ്യമായി അരങ്ങേറുവാനുള്ള അവസരം കൂടിയായി ഇത്തവണത്തെ കേരള നൈറ്റ്. തങ്ങളുടെ തൊഴിൽ മേഖലകളിലോ വിദ്യാഭ്യാസ രംഗത്തോ മികവ് പുലർത്തിയവർക്കും നിസ്വാർത്ഥമായ സേവനം കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ മാതൃകയായവർക്കും വേണ്ടി MCAC നൽകി വരാറുള്ള MCAC എക്സലൻസ് അവാർഡുകൾ ഈ പരിപാടിക്കിടയിൽ വിതരണം ചെയ്തു. MCAC എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരായ രശ്മി സുധീർ, ലിനി മറ്റമന, സ്നേഹ അത്തംകാവിൽ, മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ കൂടിയായ ശ്രീ സജി അഗസ്റ്റിൻ, MCAC വൈസ് പ്രസിഡന്റ് ശ്രീമതി അനിത സന്തോഷ് എന്നിവരടക്കമുള്ള കമ്മിറ്റി കേരള നൈറ്റിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചു. MCACയുടെ ഈ കേരള നൈറ്റ് ഇത്രയും ഭംഗിയായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിനെക്കുറിച്ച് നമുക്ക് ഇതിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സിനോട് തന്നെ ചോദിച്ചറിയാം. വളരെ വിജയകരമായൊരു MCACയുടെ കേരള നൈറ്റ് ആയിരുന്നു. ഇതിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഞങ്ങളുടെ ഇത്രയും കഠിനാധ്വാനം ചെയ്ത MCACയുടെ കമ്മിറ്റി മെമ്പേഴ്സ് തന്നെയാണ്. രാപകലില്ലാതെ ഉറക്കമുളച്ച് ഇത്രയധികം പ്രോഗ്രാമിനെ കൂട്ടിയിണക്കി ഇത്ര വലിയൊരു പ്രോഗ്രാം ആദ്യമായിട്ടാണ് കാൽഗരിയിൽ നമ്മൾ ചെയ്യുന്നത്. US Weekly Roundup powered by PSG Group of Companies-ന് മറ്റൊരു ഇടവേള കൂടി. Please stay with us. Citywide Mortgage of America Corp. Mortgage experts serving Illinois, Florida, and California. Committed to provide high-quality home loans, lowest mortgage rates in the market. Specialized services for first-time home buyers. Conventional, FHA, VA loans, and jumbo loans.
refinance, and cash out refinance. Home loan experts dedicated to making sure your home purchase or refinance experience is top notch. We deliver what we promise. Visit www.citywidema.com. ഇനി US വീക്ക്ലി റൗണ്ട് അപ്പ് അവാർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ അമേരിക്കൻ കാഴ്ചകൾ. അമേരിക്കൻ കാഴ്ചകളിലേക്ക് സ്വാഗതം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സായുധ സേനയിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ മരണമടഞ്ഞ US സൈനിക ഉദ്യോഗസ്ഥരെ ആദരിക്കുന്നതിനും അനുശോചിക്കുന്നതിനുമുള്ള ഒരു ഫെഡറൽ ഹോളിഡേ ആയ മെമ്മോറിയൽ ഡേ ആണ് ഈ ആഴ്ചത്തെ അമേരിക്കൻ കാഴ്ചകൾ. മെയ് മാസത്തെ അവസാനത്തെ തിങ്കളാഴ്ചയാണ് മെമ്മോറിയൽ ഡേ ആചരിക്കുന്നത്. 1868 അമേരിക്കക്കാർ മെമ്മോറിയൽ ദിനം അംഗീകരിക്കാൻ തുടങ്ങി. 1971 രാജ്യം ഇതൊരു ഫെഡറൽ അവധിയായി സ്ഥാപിച്ചു. ഡെക്കറേഷൻസ് ഡേ എന്നാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത്. സേവനത്തിനിടയിൽ മരിച്ചവരുടെ ശവകുടീരങ്ങൾ അലങ്കരിക്കാൻ കമ്മ്യൂണിറ്റികൾ ഒത്തുചേരുന്നതിനോടുകൂടിയാണ് ഈ അവധി ആരംഭിച്ചത്. Today, Memorial Day 2024, we celebrate our great American heroes who have laid such a supreme and costly sacrifice onto the altar of freedom. നാഷണൽ മെമ്മോറിയൽ ഡേ പരേഡ് വർഷം തോറും മെമ്മോറിയൽ ദിനത്തിൽ വാഷിംഗ്ടൺ DC-യിൽ നടക്കുന്നു. എല്ലാ വർഷവും മെമ്മോറിയൽ ദിനത്തിൽ 3 മണിക്കൂർ ഏകദേശം നടക്കുന്ന ഈ പരേഡ് 7th and 17th സ്ട്രീറ്റിലൂടെ അമേരിക്കയിലെ വെറ്ററൻസിന് ഗംഭീരമായ സല്യൂട്ട് നൽകി നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധത്തിൽ മരിച്ചവരുടെ ബഹുമാനാർത്ഥം കടന്നുപോകുന്നു. 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം, കൊറിയൻ വിയറ്റ്നാം വാർസ് എന്നിവയുടെയെല്ലാം വിമോചനത്തിനെ ആദരിക്കുന്ന 50 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത മാർച്ചിംഗ് ബാൻഡുകളും വെറ്ററൻ യൂണിറ്റുകളും പരേഡിൽ ഉൾപ്പെടുന്നു. Joining us in this special opening tribute are platoons from each branch of the armed forces, including the United States Army, Marines, വാഷിംഗ്ടൺ DC-യിൽ മാത്രമല്ല മറ്റ് എല്ലാ സ്റ്റേറ്റുകളിലും തന്നെ മെമ്മോറിയൽ ഡേ ദിനത്തിൽ പരേഡുകൾ കാണാൻ സാധിക്കും. വാഷിംഗ്ടൺ DC-യിൽ മാത്രമല്ല എല്ലാ സ്റ്റേറ്റുകളുടെയും മെമ്മോറിയൽ ഡേ പരേഡുകൾ ഏറെ പ്രതീകാത്മകമാണ്. വെർജീനിയയിലെ ആർലിംഗ്ടൺ സെമിറ്ററിയിൽ മെമ്മോറിയൽ ദിനത്തിൽ നടക്കുന്ന ട്രിബ്യൂട്ട് കാണാൻ ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. അമേരിക്കൻ വിപ്ലവത്തിന് ശേഷം എല്ലാ യുദ്ധങ്ങളിലും പോരാടിയവരുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്ന ഈ രാജ്യത്തിന് സേവനമർപ്പിച്ച് ജീവിതം ഭൂമിച്ച ആത്മാക്കൾ ഉറങ്ങുന്ന ദ ടൂംബ് ഓഫ് ദി അൺനോൺ സോൾ എന്ന വെർജീനിയയിലെ ഐക്കോണിക് ആർലിംഗ്ടൺ മെമ്മോറിയൽ സെമിറ്ററിയിൽ മെമ്മോറിയൽ ഡേ ട്രിബ്യൂട്ട്സ് നടക്കാറുണ്ട്. മെമ്മോറിയൽ ഡേയിൽ US പ്രസിഡന്റ്സ് ഇവിടെ വന്ന് ആദരവ് പ്രകടിപ്പിക്കാറുണ്ട്.
ആഘോഷിക്കുവാൻ നിരവധി കാഴ്ചകളും മറ്റൊരു ഡെസ്റ്റിനേഷൻ വിശേഷവുമായി വീണ്ടും കാണാം അടുത്ത ആഴ്ച. Until then, this is Asha signing off. ഇനി US വീക്ക്ലി റൗണ്ട് അപ്പ് പവർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ അമേരിക്കൻ കിച്ചൺ. വെൽക്കം ബാക്ക് ടു അമേരിക്കൻ കിച്ചൺ. ഞാൻ ഇസ്മീറ. ഇന്നത്തെ അമേരിക്കൻ കിച്ചണിൽ നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ക്ലാസിക് അമേരിക്കൻ റെസിപ്പിയാണ്, ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ്. ഇതിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം 1938-39 കാലഘട്ടത്തിൽ മാസച്യൂസെറ്റ്സിൽ ടോൾ ഹൗസ് ഇൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ട്രാവൽ ലോഡ്ജ് നടത്തിയിരുന്ന അമേരിക്കൻ ഷെഫ് മിസ്സസ് റൂത്ത് വെയ്ക്ക്ഫീൽഡ് ആക്സിഡൻ്റലി തയ്യാറാക്കിയ ഒരു റെസിപ്പിയാണ് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസിൻ്റെത്. അത് വളരെ പോപ്പുലർ ആവുകയും ചെയ്തു. പിന്നീട് നെസ്ലെ ആ റെസിപ്പി റൈറ്റ്സ് പർച്ചേസ് ചെയ്യുകയും ആദരസൂചകമായിട്ട് ഇന്നും ടോൾ ഹൗസ് കുക്കീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ചോക്ലേറ്റ് ചിപ്പ് കുക്കീസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 1/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് അഥവാ 1 സ്റ്റിക്ക് അൺസോൾട്ടഡ് ബട്ടർ, 1/2 കപ്പ് ബ്രൗൺ ഷുഗർ, 1/3 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ, 1 മുട്ട, 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്ട്, 1/2 കപ്പ് സെമി സ്വീറ്റ് ചോക്ലേറ്റ് ചിപ്സ്, സീ സോൾട്ട് ഫ്ലേക്സ് ഫോർ സ്പ്രിങ്ക്ലിംഗ്. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ സോൾട്ട് ഒന്ന് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് ബട്ടർ, അത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആകാനായിട്ട് ശ്രദ്ധിക്കുക. സോഫ്റ്റൻഡ് ആയിട്ടുള്ള ബട്ടർ ആയിരിക്കണം. അതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗറും 1/3 കപ്പ് റെഗുലർ ഗ്രാനുലേറ്റഡ് ഷുഗറും ഇട്ട് നല്ലോണം ഒന്ന് നമുക്ക് ഫ്ലഫി ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ബട്ടറും ഷുഗറും നല്ലോണം ക്രീം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുട്ടയും 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്ത് ഒന്ന് ജെന്റ്ലി മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ പൊടി ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓവർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുക്കീസ് അത്ര സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആവില്ല. അപ്പം നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്ത പകുതിയും കൂടെ ആഡ് ചെയ്ത് പതുക്കെ ഒന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഇനി ഈ മിക്സ്ചറിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് ചോക്ലേറ്റ് ചിപ്സ് ഒന്ന് ആഡ് ചെയ്ത് ഒരു സ്പാച്ചുല അല്ലെങ്കിൽ വുഡൻ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാകും. ചോക്ലേറ്റ് ചിപ്പ് കുക്കി ഡോ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് റെഫ്രിജറേറ്ററിൽ ഒരു 20 to 30 മിനിറ്റ്സ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് കുക്കീസായിട്ട് ബേക്ക് ചെയ്ത് എടുക്കാം. കുക്കി ഡോ ഒരു ഏകദേശം 30 മിനിറ്റ് ആയിട്ട് ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു, ഒന്ന് ചെറുതായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ സ്കൂപ്പ് വെച്ചിട്ട് സ്കൂപ്പ് ചെയ്ത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഈ ലൈൻ ചെയ്ത ട്രേയിൽ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാം.
കുക്കി ഡോ എല്ലാം സ്കൂപ്പ് ചെയ്ത് നല്ല ബോൾസ് ആയിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് 2 ട്രേയിലായിട്ട്. ഈ ഒരു മെഷർമെൻറ്റിൽ ഏകദേശം നമുക്ക് 2 ഡസൻ ഈ സൈസിലുള്ള കുക്കീസാണ് കിട്ടുന്നത്. ഇനി ഇതിനൊരു ഗോർമേ സ്റ്റൈൽ, ഒരു ബേക്കറി സ്റ്റൈൽ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ ചോക്ലേറ്റ് ചിപ്സ് ഒന്ന് മുകളിൽ 2-3 എണ്ണം നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് അവൻ 350 ഡിഗ്രി ഫാരൻഹൈറ്റ്സിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10 to 12 മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്ത് എടുത്താൽ മതിയാകും. സൈഡ്സ് എല്ലാം ഒന്ന് ക്രിസ്പി ആകും. എന്നാൽ അതിൻ്റെ മുകളിൽ നല്ല സോഫ്റ്റ് ആൻഡ് ചൂയി ആയിരിക്കും. കുക്കീസ് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2 to 3 മിനിറ്റ്സ് ഈ ട്രേയിൽ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂളിംഗ് റാക്കിലേക്ക് മാറ്റി ഇതൊന്ന് കൂൾ ചെയ്യാനായിട്ട് വെക്കാം. ഇതിൻ്റെ സൈഡ്സ് എല്ലാം നല്ല ക്രിസ്പി ആയിരിക്കും. ടോപ്പ് ഇപ്പോഴും ചെറുതായിട്ട് സോഫ്റ്റ് ആയിരിക്കും. ഈ കുക്കീസിൻ്റെ സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ചെറുതായിട്ട് നമുക്ക് സീ സോൾട്ടിൻ്റെ ഫ്ലേക്സ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, പക്ഷെ നല്ലൊരു ഫ്ലേവറാണ് ഈ സീ സോൾട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് നമ്മൾ ആ കുക്കീസ് കഴിക്കുമ്പോൾ. ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് എല്ലാം ചെറുതായിട്ട് ഒന്ന് തണുത്തിട്ടുണ്ട്. ഞാനതൊരു സെർവിങ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ട്രഡീഷണലി ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് ഒരു ഗ്ലാസ് തണുത്ത പാലിൻ്റെ കൂടെയാണ് എപ്പോഴും സെർവ് ചെയ്യുന്നത്. കുക്കീസിൻ്റെ സൈഡെല്ലാം നല്ല ക്രിസ്പിയാണ്. എന്നാൽ നമ്മളത് ബ്രേക്ക് ചെയ്യുമ്പോൾ ദ ഇൻസൈഡ് ഈസ് വെരി സോഫ്റ്റ്. ഈ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ചോക്ലേറ്റ് ചിപ്പ് കുക്കീസിൻ്റെ റെസിപ്പി ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. We'll see you all soon in another episode of American Kitchen. US Weekly Roundup powered by PSG Group of Companies-ന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി asianetUSnews@gmail.com എന്ന ഇമെയിലൂടെയോ 7324299529 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വൈവിധ്യമാർന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.